ുള്ള സഹോദര സഹോദരിമാരെ, ഉപ്പമാരെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധമായ റജബ് മാസത്തിൻ്റെ ഏറ്റവും അവസാനത്തെ മൂമെൻറ്റിലേക്ക് നമ്മൾ ചേരുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് ഇന്നത്തെ രാവ് റജബിൻ്റെ ലാസ്റ്റ് രാവാകാൻ സാധ്യതയുണ്ട്. അതായത് നാളെ പിറ കണ്ടാൽ ഷഅബാനിൻ്റെ ആദ്യ രാവ് കയറി വരും. അപ്പോൾ റജബിൻ്റെ ലാസ്റ്റ് രാവ് ഇന്നാകാം. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അവസാനത്തെ മുഹൂർത്തത്തിൽ പരിശുദ്ധമായ റജബ് മാസത്തിൻ്റെ എല്ലാ ബറക്കത്തും നമുക്ക് സ്വായത്തമാക്കിയെടുക്കാൻ, എന്തെങ്കിലും നഷ്ടങ്ങൾ വന്നു, മൈനസുകൾ വന്നാൽ അതെല്ലാം നികത്തിയെടുത്ത് ഈ ഇക്കൊല്ലത്തെ റജബ് മാസം ബറക്കത്തോടെ കൊണ്ടുപോകാൻ സൗഭാഗ്യം കിട്ടുന്ന ആളുകൾ ഇന്ന് ഈ നിമിഷം തന്നെ ചെയ്യേണ്ട പ്രധാനപ്പെട്ട 5 കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, നിർബന്ധമായും ആദ്യാവസാനം ക്ലാസ് കേൾക്കണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കണം, നിർബന്ധമായും കമൻറ്റ് രേഖപ്പെടുത്തണം, ലൈക്ക് ചെയ്യണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപാട് പേർക്ക് ഈ ക്ലാസ് പോകാൻ നമ്മളുടെ ആ അധ്വാനങ്ങളൊരു കാരണമാകും. അള്ളാഹു സഹായിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്തു വെക്കണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാ, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായി റജബ് മാസം സലാം പറഞ്ഞ് പിരിയാൻ പോകുമ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, ഈമാനുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൽബിൽ വല്ലാത്ത നൊമ്പരമുണ്ടാവും. വല്ലാത്തൊരു ഫീലിംഗ് അവരുടെ കൽബിലേക്ക് കയറി വരും. എന്തുകൊണ്ടാണ്? ഒരു നന്മ ചെയ്താൽ ഇരട്ടി കൂലി എന്നല്ല പറഞ്ഞത്, അക്സറു സവാബാന്ന, ധാരാളം കൂലി അള്ളാഹു വാരിക്കോരി നൽകുന്ന ഒരു പരിശുദ്ധ മാസമാണ് റജബ്. അതാണ് വിട പറയാൻ പോകുന്നത്. മുഅ്മിനീങ്ങളായ സഹോദര സഹോദരിമാർക്ക് മനസ്സിൽ വല്ലാത്തൊരു സങ്കടം ഉണ്ടാവും. ആ സങ്കടമുള്ളവരാണ് മുഅ്മിനീങ്ങൾ. ആ സങ്കടപ്പെട്ടങ്ങനെ ഇരിക്കല്ല. എങ്ങനെ നമുക്ക് ഈ റജബിനെ അവസാനത്തെ ഈ ഒരു റൗണ്ടിൽ പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്താം എന്നതിനെക്കുറിച്ച് ആലോചിക്കും. അങ്ങനെ ആലോചിക്കുമ്പോൾ 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തേത്, 3 ദുആകൾ നമ്മളൊന്ന് പരിഗണിച്ചു കൊടുക്കണം. 3 ദുആകൾ എന്ന് പറഞ്ഞാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇജാബത്തിൻ്റെ ഏറ്റവും പ്രഗത്ഭമായ മാസമാണല്ലോ റജബ്. അള്ളാഹു ഖബൂലിയത്ത് നൽകും ദുആ ചെയ്താൽ. അപ്പോൾ ഒന്നാമത്തെ കാര്യം, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, ദുആ ചെയ്യുക. ഏതാ ദുആ? അള്ളാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ ഈ പരിശുദ്ധമായ ഇക്കൊല്ലത്തെ റജബ് മാസം, ഞങ്ങളുടെ ആയുസ്സിലെ ഈ തവണത്തെ റജബ് മാസം ഞങ്ങളിൽ നിന്ന് കബൂലാക്കണം. അതിൻ്റെ എല്ലാ കർമ്മങ്ങളും നീ സ്വീകരിക്കണം. ഞങ്ങൾ അള്ളാഹുവേ ഈ മാസത്തിൽ ക്ലാസ്സൊക്കെ കേട്ടിട്ട് ഒരുപാട് ഇസ്തിഗ്ഫാർ ചൊല്ലി, തൗബ ചൊല്ലി, പാപം പൊറുക്കണേ എന്ന് പറഞ്ഞ് നിന്നോട് തേടി, അതെല്ലാം കബൂലാക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഖുർആനിൻ്റെ ദുആ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അൽഹംദുലില്ലാ, ഈ ഒരു ദുആ പ്രിയപ്പെട്ടവരെ മസ്റ്റായിട്ടും ഈ ഒരു സന്ദർഭം നമ്മളിപ്പോൾ ക്ലാസ് കേൾക്കുന്നത് മുതൽ, പ്രത്യേകിച്ച് ഇന്നത്തെ രാവ്, ഒരുപക്ഷെ ലാസ്റ്റ് രാവാണെങ്കിലോ, സജീവമായിട്ട് ഈ ദുആ നടക്കണം, നിർബന്ധമാണ്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് എല്ലാ കർമ്മങ്ങളും നീ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളുടെ തൗബയെ നീ കബൂലാക്കണേ അല്ലാ, പാപമോചനത്തിന് തേടിയത് നീ സ്വീകരിക്കണേ അല്ലാ. അതാണ് ഈ ദുആയിൽ പറയുന്നത്. ഇത് മസ്റ്റായിട്ട് നമ്മൾ പറയണം, ഇന്ന് ദുആ ഇറക്കണം. രണ്ടാമത്തെ കാര്യം, അല്ലാഹുവേ, റജബിൽ നമുക്ക് റജബിൻ്റെ ബറക്കത്ത് ചോദിക്കാൻ പറ്റുന്ന ലാസ്റ്റ് മൂമെൻറ്റ്, ഒരു പക്ഷേ ലാസ്റ്റ് രാത്രിയാണെങ്കിലോ റജബിലെ ബറക്കത്ത് ചോദിക്കാൻ പറ്റുന്ന ഈ ആയുസ്സിലെ ഈ കൊല്ലത്തിൻ്റെ ലാസ്റ്റ് അവസരമായിരിക്കും. അപ്പോൾ അള്ളാഹുവിനോട് ബറക്കത്ത് ചോദിക്കണം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, റജബിലും ശഅബാനിലും ബറക്കത്ത് നൽകണം, റമളാനിലേക്ക് ഞങ്ങൾ ആഫിയത്തോടെ എത്തിക്കണം എന്നുള്ളതാണ്. ഈ ദുആ മസ്റ്റായിട്ടും ഈ അവസാനത്തെ റൗണ്ടിൽ നിർബന്ധമായിട്ട് നമ്മൾ കൊണ്ടുവരണം. ഇത് തന്നെ ശഅബാനിലും വേണം. ഈ ദുആ ഇങ്ങനെ തന്നെയാണ് ശഅബാനിൽ വേണ്ടത്. പക്ഷേ ഇനി ശഅബാനിൽ ദുആ ചെയ്യുന്നത് പോലെ അല്ലല്ലോ റജബിൽ ദുആ ചെയ്യുന്നത്. അപ്പോൾ റജബിൽ ആ ദുആ ഒന്നുകൂടെ കയറി വരാൻ നിർബന്ധമായി നമ്മൾ മനസ്സറിഞ്ഞ് ഹൃദയത്തിൽ നിന്ന് വരണം ദുആ. അങ്ങനെ നമ്മൾ ദുആ ചെയ്യണം. മൂന്നാമത്തെ ഒരു കാര്യം, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദുആയിൽ നിർബന്ധമായി ആടേണ്ട ഭാഗമാണ്, അല്ലാഹുവേ, ഈ കൊല്ലത്തെ 2026 ഇക്കൊല്ലത്തെ റജബ് മാസം ഞങ്ങളുടെ ആയുസ്സിൻ്റെ അവസാനത്തെ റജബ് മാസമാക്കല്ലേ അല്ലാ എന്നുള്ളൊരു തേട്ടം നിർബന്ധമായി നമ്മൾ തേടണം. ഒരുപാട് വർഷക്കാലം, ഒരുപാട് റജബുകൾ ഞങ്ങൾക്ക് ഇതേപോലെ സമ്മേളിക്കാനും ഇതേപോലെ സംഗമിക്കാനും പുണ്യങ്ങളൊക്കെ ചെയ്യാനും ഞങ്ങൾക്ക് അവസരം നൽകണേ റബ്ബേ എന്ന് നിർബന്ധമായി നമ്മൾ തേടണം. റജബ് ആയതുകൊണ്ട് ഇജാബത്ത് ഉണ്ടാവും. അപ്പോൾ ദീർഘായുസ് നൽകാൻ കാരണമാകും.
അള്ളാഹു നമുക്ക് ആ ഒരു ബറക്കത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഇനി ഇമ്പോർട്ടൻ്റായി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്, ഇന്ന് റജബ് തീരാൻ പോകുന്ന അവസാനത്തെ ഈ ഒരു സമയത്ത് നമ്മൾ മറ്റൊരാളെ സഹായിച്ചാൽ, മറ്റൊരാൾക്കൊരു ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ, ഒരു ഗുണം ചെയ്തു കൊടുത്താൽ, തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ മറ്റൊരാളുടെ പ്രയാസം നീക്കി കൊടുക്കുക. പല പ്രയാസം ഉണ്ടാവും. ആ പ്രയാസങ്ങൾ നീക്കി കൊടുക്കാൻ വേണ്ടി നമ്മൾ അവരുടെ കൂടെ നിൽക്കുക. നമ്മളെക്കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ, സഹകരണങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. വാക്കുകൊണ്ടാകാം, നോക്കുകൊണ്ടാകാം, സമ്പത്ത് കൊണ്ടാകാം. എങ്ങനെയാണ് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത്? അങ്ങനെ മറ്റൊരാളെ റജബിൽ ഈ അവസാനത്തെ മൂമെൻറ്റിൽ നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പകരം നൽകാൻ പോകുന്നത് കണ്ണെത്തും ദൂരം, അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ അങ്ങറ്റം വരെ ദൂരേക്കുള്ള നമ്മുടെ കാഴ്ചയുടെ ആ ഒരു എൻഡിങ് പോയിൻ്റ് ഉണ്ടല്ലോ, അത്രയും വിശാലമായി സ്വർഗത്തിൽ മനോഹരമായ ഒരു പാലസ്, ഒരു കൊട്ടാരം അള്ളാഹു നമുക്ക് സംവിധാനിക്കും എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് കിതാബിൽ കാണാം. അപ്പോൾ റജബിൻ്റെ അവസാനത്തെ മൂമെൻറ്റിൽ നമ്മൾ മറ്റൊരാളെ സഹായിക്കുമ്പോൾ, മറ്റൊരാൾക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്തു കൊടുക്കുമ്പോൾ, മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ ഗുണങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ സ്വർഗത്തിൽ വിശാലമായ കൊട്ടാരം അള്ളാഹു പകരം നൽകുമെന്നാണ്. അത് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റജബിനെ നിങ്ങൾ ആദരിക്കണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, റജബിനെ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യണം, ആദരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല റജബിനെ ആദരിക്കുന്നവർക്ക് 1000 ആദരവ് കൊടുക്കും എന്നാണ്. അപ്പോൾ ഈ റജബിൻ്റെ ഈ അവസാനത്തെ മൂമെൻറ്റിൽ അള്ളാഹുവേ വലിയ മഹത്വമുള്ള മാസമായിരുന്നു, വലിയ ബഹുമാനമുള്ള മാസമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ പറയുന്ന ദുആകളൊക്കെ ചെയ്ത് നമ്മൾ ഇരിക്കുമ്പോൾ എന്താ അതിൻ്റെ അടയാളം? എന്താ? റജബിനോടുള്ള ആദരവാണ്, അതിനോടുള്ള ബഹുമാനമാണ്. അങ്ങനെയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 1000 ആദരവ് നമുക്ക് പകരം നൽകും എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ കഴിവിൻ്റെ പരമാവധി പ്രിയപ്പെട്ടവരെ ഈ നന്മ നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. മറ്റൊരു ലാസ്റ്റ് ആൻഡ് ഫൈനൽ കാര്യം, ഈ ദിവസം ഒരു പക്ഷേ റജബിൻ്റെ ലാസ്റ്റ് രാവാകാമല്ലോ, വിട പറയുന്ന സമയമാകാമല്ലോ, നാളത്തെ മഗ്‌രിബോടെ റജബ് ഒരുപക്ഷെ പിരിഞ്ഞു പോകാം പിറ കണ്ടാൽ. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ അവസാനത്തെ മൂമെൻറ്റിൽ ദാനധർമ്മങ്ങൾക്ക് വല്ലാത്ത പോരിശയാണ്, സ്വതക്ക ഹദിയകൾക്ക് വല്ലാത്ത ബെനിഫിറ്റാണ്. ഈ ഒരു സമയത്ത് ദാനധർമ്മം ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ നരകത്തെ തൊട്ട് 500 കൊല്ലം വഴിദൂരമായി പോകും എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരാമർശങ്ങൾ കാണാം. അപ്പോൾ ഈ റജബിൽ അവസാനത്തെ മൂമെൻറ്റിൽ സ്വതക്ക ഹദിയ ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ, ചെയ്യാൻ അള്ളാഹു ഭാഗ്യം കൊടുക്കുന്നവർ, അവർക്ക് കിട്ടാൻ പോകുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല 500 വർഷം നരകത്തെ തൊട്ടൊരു വിദൂരമായി പോകും. അൽഹംദുലില്ലാഹ്, എന്തൊരു തൗഫീഖാ നോക്കി, എത്ര ഭാഗ്യം നോക്ക്. മാത്രമല്ല അവർക്ക് 1000 ഹജ്ജിൻ്റെ കൂലി അള്ളാഹു നൽകും എന്ന് വരെ പ്രിയപ്പെട്ടവരെ മഹാന്മാരായ ഉലമാക്കൾ അതിൻ്റെ ഫളായിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കഴിവിൻ്റെ പരമാവധി പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്നത്തെ ഈ പകലും ഇന്നത്തെ രാവും, റജബിൻ്റെ വിട പറയാൻ പോകുന്നൊരു പക്ഷേ രാവായതുകൊണ്ട് സജീവമാകണം. അപ്പോൾ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം, ആ ദുആ മസ്റ്റായിട്ടുണ്ടാകണം. പിന്നെ അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ, ആ ദുആയും ഉണ്ടാകണം. അല്ലാഹുവേ ഞങ്ങളുടെ ആയുസ്സിൻ്റെ അവസാനത്തെ റജബാക്കല്ലേ എന്നുള്ള നിർബന്ധമായ തേട്ടം ഉണ്ടാകണം. പിന്നെ കഴിവിൻ്റെ പരമാവധി നമ്മൾ മറ്റുള്ളവർക്ക് ഹെൽപ്പ്, സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. അതേപോലെ തന്നെ ഹദിയകൾ കഴിവിൻ്റെ പരമാവധി നമ്മൾ ചെയ്യാൻ വേണ്ടി, കൊടുക്കാൻ വേണ്ടിയൊക്കെ ശ്രമിക്കണം. അപ്പോൾ ആ വലിയ തൗഫീഖിന് നമുക്ക് പിന്നെ അവകാശികളാകാൻ പറ്റും. എല്ലാവരും പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരെ ഇതിന് വേണ്ടി ദുആ ചെയ്യണം. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ക്ലാസ് വളരെ സന്തോഷമാണെന്ന് പറഞ്ഞ് എത്ര ഉപ്പമാരാണ് കോൾ ചെയ്യുന്നത്. ഉസ്താദ്, ഞങ്ങൾക്ക് വലിയ റാഹത്താണ് ക്ലാസ്, വലിയ സന്തോഷമാണ്. ഒരുപാട് കാലങ്ങളായി ഞങ്ങൾക്ക് ആശ്വാസപരമായി ഞങ്ങളുടെ നീറുന്ന, വേദനിക്കുന്ന അല്ലെങ്കിൽ നൊമ്പരത്തിൻ്റെ ജീവിതത്തിനിടയിൽ വലിയ ഒരു ആശ്വാസത്തിൻ്റെ പിടിവള്ളിയാണ് ഉസ്താദെ ക്ലാസ്. അതുകൊണ്ട് ഞങ്ങളെപ്പോഴും ദ്വാരക്കുന്നുണ്ട്, വലിയ സന്തോഷമാണ് എന്നൊക്കെ പറയുന്ന എത്രയോ സഹോദരന്മാരാണ്. ഒരുപാട് ഉമ്മമാർ മുടങ്ങാതെ ക്ലാസ് കേൾക്കുന്നവരുണ്ട്, ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേര് കമൻറ്റിൽ പിന്നെ ഒരുപാട് വിഷയങ്ങൾ പറയുന്നുണ്ട്. ദുആ ചെയ്യാം, മിനിമം ഒരു അൽഹംദുലില്ലാ എന്നെങ്കിലും പറഞ്ഞു പോകും. അത് വലിയൊരു നന്മയാണ് പ്രിയപ്പെട്ടവർ. ഒരുപാട് പേർക്ക് ഈ ക്ലാസ് എത്താൻ അതൊരു സബബാണ്, കാരണമാണ്. നിർബന്ധമായിട്ട് നമ്മൾ ഈ ചാനൽ പരമാവധി എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടി ശ്രമിക്കണം. എല്ലാവരും ഇതിൻ്റെ ഭാഗവാക്കാകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അൽഹംദുലില്ലാ, അടുത്ത ക്ലാസ് നിർബന്ധമായിട്ടും കേൾക്കണം. ശഅബാൻ, പുണ്യ ശഅബാൻ വരവായി. അൽഹംദുലില്ലാ, ആദ്യ രാവ് മുതൽ ശ്രദ്ധിക്കേണ്ട, ചൊല്ലേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അടുത്ത ക്ലാസ്സിൽ
അടുത്തൊരു വിജ്ഞാനത്തിൻ്റെ നുറുങ്ങുവട്ടവുമായി ഇൻഷാ അല്ലാഹ് കണ്ടുമുട്ടാം. അള്ളാഹു സഹായിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.